ചരിത്ര കുതിപ്പുമായി മോഹൻലാലിന്റെ ദൃശ്യം 3 ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം വൻ ഹിറ്റിലേക്ക് കുതിക്കുന്നു. മലയാളത്തിലെ എക്കാലത്തെയും 4ാമത്തെ ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രമെന്ന റെക്കോർഡ് നേടാൻ ഇനി കേവലം 4 കോടി മാത്രമാണ് സിനിമയ്ക്ക് വേണ്ടത്. തൊടുപുഴയിൽ മാത്രമല്ല, വിദേശത്ത് വരെ ജോർജ് കുട്ടി ആരാധകർ തകർക്കുകയാണ്. വൻ ഹൈപ്പോടെ എത്തിയ ദൃശ്യം 3 അങ്ങനെ കുതിക്കുന്നു. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു ചിത്രം റിലീസ് ചെയ്തത്. അതിനാൽ തന്നെ വലിയ ആവേശത്തോടെയാണ് ചിത്രത്തെ ആദ്യ ഷോകളും സിനിമാ പ്രേമികൾ സ്വീകരിച്ചത്. മോഹൻലാൽ, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം 3 മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെയാണ് ഇപ്പോൾ മുന്നേറുന്നത്. കളക്ഷനിലും ചിത്രം നേട്ടം കൊയ്യുകയാണ്. വാരാന്ത്യങ്ങൾക്ക് പുറമെ പ്രവൃത്തി ദിനങ്ങളിലും മികച്ച പ്രകടനം തന്നെയാണ് ദൃശ്യം 3 കാഴ്ചവെക്കുന്നത്. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2013 മുതലായിരുന്നു ജോർജ് കുട്ടിയെയും കുടുംബത്തെയും മലയാളികൾ ചേർത്തുപിടിച്ചത്. ഇപ്പോൾ മലയാളികൾക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട് ഈ 4-അംഗ കുടുംബം. അതിനാൽ തന്നെ മലയാളികൾ അത്രത്തോളം കാത്തിരിപ്പിലായിരുന്നു. എത്ര കണ്ടാലും മതിവരില്ലാത്ത ഫ്രാഞ്ചൈസി കൂടിയാണ് ദൃശ്യത്തിൻ്റേത്. അങ്ങനെ മലയാള സിനിമയിൽ റിലീസിനായി ഏവരും ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു. ഇതിനായി ആദ്യ ഭാഗവും 2ാം ഭാഗവും നൽകിയ വിജയവും പ്രതീക്ഷയും തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം. തന്റെ കുടുംബത്തിലേക്ക് വിളിക്കാതെ വന്ന അതിഥിയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജോർജ് കുട്ടിയും കുടുംബവും പോലീസ് പിടിയിലാകുമോ അതോ 4ാം ക്ലാസ്സുകാരന്റെ കൂർമ്മബുദ്ധി കൊണ്ട് വീണ്ടും രക്ഷപ്പെടുമോ എന്നറിയാനായിരുന്നു ദൃശ്യം 3 വരെ കാത്തിരുന്നത്. 3ാം ഭാഗം ശരിക്കും ഇമോഷനും പ്രാധാന്യം നൽകിയാണ് സംവിധായകൻ ഒരുക്കിയത്. പ്രതീക്ഷിച്ചതുപോലെ ബോക്സ് ഓഫീസ് തൂക്കുന്ന പ്രകടനം തന്നെയാണ് ലാലേട്ടൻ ദൃശ്യം 3യിലും കാഴ്ചവെച്ചത്. മലയാളത്തിന്റെ എക്കാലത്തെയും ഹിറ്റ് ഫ്രാഞ്ചൈസികളിൽ ഒന്നുകൂടിയായ ദൃശ്യത്തിന്റെ 3ാം ഭാഗം അതിനാൽ തന്നെ വൻ ഹിറ്റിലേക്ക് പറക്കുകയാണ്. 7ാം ദിനം എത്തിയപ്പോൾ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ 200 കോടി നിസാരമായി തൂക്കി. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങളും മോഹൻലാൽ നായകനായി 200 കോടി ക്ലബിൽ കയറിയ ചിത്രങ്ങളാണ്. നിലവിൽ 231 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ. എന്നാൽ മലയാളത്തിലെ എക്കാലത്തെയും 4ാമത്തെ ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡ് നേടാൻ ദൃശ്യത്തിന് ഇനി കേവലം 4 കോടി മാത്രമാണ് വേണ്ടത്. ആഗോളതലത്തിൽ 235 കോടിക്ക് മുകളിലാണ് വാഴ സ്വന്തമാക്കിയത്. തൊട്ടു പിന്നാലെ ദൃശ്യം 3 ഉണ്ട്. പിന്നീട് മഞ്ഞുമൽ ബോയ്സ്, എമ്പുരാൻ, ലോക ചാപ്റ്റർ 1, ചന്ദ്ര എന്നീ ചിത്രങ്ങളാണുള്ളത്. ലോകമെമ്പാടുമുള്ള ഗ്രോസ് കളക്ഷനിൽ ചിത്രത്തിന് 250 കോടി തൊടാൻ സാധിച്ചിട്ടില്ല. ഈ നാഴികക്കല്ലിലേക്ക് ഇനിയും യാത്ര ചെയ്യേണ്ടി വരും. ആദ്യ വാരത്തിലും 2ാം വാരത്തിലുമൊക്കെ മലയാളത്തിലെ ഏറ്റവും വേഗത്തിൽ ബോക്സ് ഓഫീസ് നാഴികക്കല്ലുകൾ പിന്നിടുന്ന ചിത്രമായി മോഹൻലാലിന്റെ ദൃശ്യം മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മന്ദഗതിയാണ് കാണുന്നത്. ഫ്രാഞ്ചൈസിയുടെ ആരാധകർ ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി മാറുമെന്ന് ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ സമ്മിശ്ര പ്രതികരണങ്ങൾ മൂലം 2ാം വാരത്തിലെ കളക്ഷനിൽ ഇടിവാണ് സംഭവിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 250 കോടി ക്ലബിൽ ചിത്രത്തിന് ഇടം നേടണമെങ്കിൽ ഏകദേശം 20 കോടിക്ക് അടുത്ത് വേണം ഇനി. അതിനാൽ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാകും. തുടക്കത്തിലെ വലിയ തരത്തിൽ കുതിപ്പ് നടത്തിയ ചിത്രം 300 കോടി ക്ലബിലേക്ക് പ്രവേശിക്കുമെന്നാണ് ആരാധകർ വിധിയെഴുതുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.